രണ്ട് നഗരങ്ങളുടെ കഥ. ചാൾസ് ഡിക്കൻസ്. പാവപ്പെട്ടവൻ്റെ കഥ ലോകത്തിനോട് പറഞ്ഞ ആദ്യ ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് ചാൾസ് ഡിക്കൻസ്. അസാധാരണമായിരുന്നു ആ രചനാ വൈഭവം. അതിനു മുൻപ് ഷേക്സ്പിയറിനും മാത്രമേ അത്രയ്ക്ക് വായനക്കാരെ കിട്ടിയിരുന്നുള്ളൂ. 1812 അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജനിച്ചു. ഒലിവർ ട്വിസ്റ്റ്, ഡേവിഡ് കോപ്പർഫീൽഡ്, നിക്കോളാസ് നിക്കൽബി എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റു കൃതികൾ. പത്രപ്രവർത്തന രംഗത്തും ചാൾസ് സ്വന്തമായ ഒരു സരണി തുറന്നിരുന്നു. പിക്വിക് പേപ്പറുകൾ എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം പംക്തി വിശ്വവിഖ്യാതമായി മാറുകയുണ്ടായി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കറുത്തതും മനുഷ്യത്വരഹിതവുമായ മുഖം അതുയർത്തിവിട്ട സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നുവെന്ന് ലോകത്തോട് പറഞ്ഞ കൃതിയാണ് രണ്ട് നഗരങ്ങളുടെ കഥ. 1870 ഡിക്കൻസ് യശശരീരനായി. രണ്ട് നഗരങ്ങളുടെ കഥ. മിസ് ലൂസി മാനറ്റ് അതിസുന്ദരിയായ ഒരു യുവതിയാണ്. പക്ഷേ അവൾ അനാഥയായിരുന്നു. അവളുടെ അച്ഛൻ ഡോക്ടർ മാനറ്റ് 18 വർഷം മുൻപ് മരിച്ചുപോയിരുന്നു. അച്ഛൻ്റെ വക ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ചറിയാനാണ് ലൂസി ബാങ്ക് ജീവനക്കാരനും പിതാവിൻ്റെ സുഹൃത്തുമായിരുന്ന ജാർവിസ് ലോറിയെ കണ്ടത്. ലോറി അവിശ്വസനീയമായ ഒരു കഥയാണ് അവളോട് പറഞ്ഞത്. അവളുടെ അച്ഛൻ ഡോക്ടർ മാനറ്റ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, പാരീസിൽ. അത് കേട്ട് അവൾക്ക് ബോധക്ഷയമുണ്ടായി. ലൂസി പാരീസിലെത്തി. അവിടെ ഏറ്റവും വൃത്തികെട്ട ഒരു തെരുവിലേക്കാണ് ലോറി അവളെ കൊണ്ടുപോയത്. ഒരു വീഞ്ഞ ഷോപ്പിൻ്റെ മുകളിലത്തെ ഇരുണ്ടുനാറിയ മുറിയിൽ ഒരു വൃദ്ധക്കോലം. അത് ഡോക്ടർ മാനറ്റാണെന്ന് വിശ്വസിക്കാൻ പഴയ ചങ്ങാതിക്ക് പോലും കഴിഞ്ഞില്ല. ലൂസി പിതാവിനെ ഇംഗ്ലണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. വളരെ വേഗം അദ്ദേഹം തൻ്റെ ഭ്രാന്തൻ ജീവിതത്തിൽ നിന്ന് കരപറ്റുകയും ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്തു. 18 വർഷത്തെ ഇരുട്ടറവാസത്തിനു ശേഷം സ്വപ്നം കാണുകയാണെന്ന് അയാൾ കരുതി. ഇംഗ്ലണ്ടിൽ വെച്ച് ഫ്രഞ്ചുചാരൻ എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് ചാൾസ് ഡാർണി എന്നൊരു ചെറുപ്പക്കാരൻ അറസ്റ്റിലാവുകയും വിചാരണ നേരിടുകയും ചെയ്തു. ഫ്രാൻസിൽ നിന്നും അച്ഛനുമായി മടങ്ങുമ്പോൾ ലൂസിയും അയാളെ കപ്പലിൽ വെച്ച് കണ്ടിരുന്നു. അതിനാൽ അവരും സാക്ഷിപ്പട്ടികയിലുണ്ടായിരുന്നു. ആ യുവാവിനെതിരെ ഒന്നും പറയാൻ ലൂസിക്കും പിതാവിനും താൽപ്പര്യമില്ലായിരുന്നു. എന്നാൽ സിഡ്നി കാർട്ടൺ എന്ന കുടിയനും തലതിരിഞ്ഞവനുമായ ഒരു വക്കീലിൻ്റെ അത്ഭുതകരമായ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് ഡാർണി കൊലക്കയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാർട്ടൺ വക്കീലും ഡാർണിയുമായുള്ള രൂപസാദൃശ്യമാണ് അയാൾക്ക് തുണയായത്. ഡാർണി യഥാർത്ഥത്തിൽ ഫ്രഞ്ചുകാരനായിരുന്നു. അക്രമ പ്രവർത്തനങ്ങൾക്ക് കുപ്രസിദ്ധമായ എവ്രമോണ്ട് ജന്മികുടുംബത്തിലെ അംഗമായിരുന്നു അയാൾ. കുടുംബക്കാരുടെ അക്രമങ്ങളെ അനുകൂലിക്കാൻ കഴിയാതെയാണ് ഡാർണി ഇംഗ്ലണ്ടിലെത്തിയത്. കോടതിയിൽ സാക്ഷി പറയാനെത്തിയ ലൂസിയോട് രക്ഷപ്പെട്ട പ്രതി ഡാർണിക്കും വക്കീൽ കാർട്ടണും അഭിനിവേശം തോന്നി. കുടിയനും തലതിരിഞ്ഞവനുമായ തന്നെ സ്വീകരിക്കില്ലെന്ന് വക്കീലിനറിയാമായിരുന്നു. അകലെ നിന്നും ലൂസിയെ സ്നേഹിക്കുമെന്നും പകരമായി അല്പം സഹാനുഭൂതി മാത്രമേ തനിക്ക് വേണ്ടൂ എന്നും അറിയിച്ച് കാർട്ടൺ പോയി. അത് സമ്മതിച്ച ലൂസി അധികം താമസിയാതെ ഡാർണിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളും ദരിദ്രവാസികളും ആയുധമെടുത്ത് രാജാവിനെയും ജന്മിപ്രഭുക്കന്മാരെയും ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചും കൊള്ളയടിച്ചും കൊന്നു. ഡാർണിയുടെ ജന്മികുടുംബത്തിലെ ഭൃത്യനെ തടവറയിൽ നിന്ന് രക്ഷിക്കാൻ യജമാനനായ ഡാർണി പാരീസിലെത്തി. പാവപ്പെട്ടവരോടുള്ള അയാളുടെ സ്നേഹവും ഭയവും ഒന്നും ഭ്രാന്ത് പിടിച്ച ജനത പരിഗണിച്ചതേയില്ല. അവർ ഡാർണിയെ തുറുങ്കിലടച്ചു. അപ്പോഴേക്കും ലൂസിക്കും ഡാർണിക്കും ഒരു ഓമന മകൾ ജനിച്ചിരുന്നു. അയാൾ തുറങ്കിലായതറിഞ്ഞ് ഡോക്ടർ മാനറ്റും ലൂസിയും പുത്രിയും പാരീസിലെത്തി. ഡോക്ടർ മാനറ്റിനോട് വിപ്ലവകാരികൾക്ക് തികഞ്ഞ ആദരവായിരുന്നു. എവ്രമോണ്ട് കുടുംബത്തിലെ ജന്മിമാരായിരുന്നു അദ്ദേഹത്തെ 18 വർഷം തടവിലിട്ടത്. അതേ കുടുംബാംഗമായ ഡാർണിയെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ഡാർണി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഒടുവിൽ കാർട്ടൺ വക്കീൽ പാരീസിലെത്തി. അയാൾ ഡാർണിയെ ഒരിക്കൽ കൂടി രക്ഷപ്പെടുത്താൻ തീർച്ചപ്പെടുത്തി. ഡോക്ടർ മാനറ്റിനോടും കുടുംബത്തോടും രക്ഷപ്പെടുത്തുന്ന ഡാർണിയുമായി ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ സാഹസികമായി തന്നെ തുറുങ്കിലെത്തി. തൻ്റെ വസ്ത്രങ്ങൾ ഡാർണിക്ക് നൽകി. തടവുപുള്ളിയുടെ വസ്ത്രം സ്വയം ധരിച്ചു. കാര്യങ്ങൾ ഡാർണിക്ക് മനസ്സിലാകും മുൻപ് അയാളെ ബോധരഹിതനാക്കി ഒരു സഹായിയുടെ കൂടെ കാത്തു നിൽക്കുന്ന മാനറ്റ് കുടുംബത്തിന് സമീപമെത്തിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ ഡാർണി ഞെട്ടി. താൻ രക്ഷപ്പെട്ടിരിക്കുന്നു. തനിക്ക് പകരം കാർട്ടൺ സ്വയം മരണത്തിന് നിന്നുകൊടുത്തിരിക്കുന്നു.
ലൂസി നിലവിളിച്ചു. ദൂരെ നിന്ന് അയാൾ തന്നെ എന്നും സ്നേഹിക്കുകയാണെന്ന് അവൾ അറിഞ്ഞു. കഥ അവസാനിച്ചു. നന്ദി.